ഇവർ യോഗി ആദിത്യനാഥിനെ പ്രകീർത്തിച്ചത് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ്. മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പാർട്ടിയുടെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. വെള്ളാപ്പള്ളി നടേശൻ SNDP പോലെയുള്ള സംഘടനയെ കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം കൊണ്ടു നടന്നു എന്ന് പിണറായി വിജയൻ പ്രകീർത്തിച്ചത് ശരിയാണ്. അവിടുത്തെ ഗുണ്ടാരാജ്യം മാഫിയ രാജ്യം അവസാനിപ്പിച്ചതിൽ യോഗി ആദിത്യനാഥിന് വലിയ പങ്കുണ്ട് എന്നും അവിടുത്തെ സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അമിത്ഷാന്റെ ബാപ്പ വിചാരിച്ചാൽ ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ആകാൻ പറ്റില്ല. നമസ്കാരം, വൈറ്റ് സൺ ടോക്കിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് രാജൻ ജോസഫ് സാറാണ്. സർ നമസ്കാരം. സർ നമസ്കാരം. സർ, ഈയിടെയായിട്ട് സമാജ്വാദി പാർട്ടിയുടെ ഒരു MLA BJP-യുടെ യോഗി ആദിത്യനാഥിന് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. യോഗി ആദിത്യനാഥാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് സമാജ്വാദി പാർട്ടിയുടെ MLA ആയിട്ടുള്ള പൂജാപാൽ യോഗി ആദിത്യനാഥാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പൂജാപാലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സമാജ്വാദി പാർട്ടി ചെയ്തിട്ടുള്ള ഒരു വൃത്തികേട് എന്ന് പറയുന്നത് മുലായം സിംഗ് യാദവിന്റെ യുഗമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അയാളുടെ മകൻ, അത് പാരമ്പര്യമാണല്ലോ, രാജവാഴ്ചയാണല്ലോ. അഖിലേഷ് യാദവാണ് ഇപ്പോൾ പിന്നെ പല പാർട്ടിന്റെ നേതാവായിട്ടേക്കുള്ളത്. ഒരു മൂലക്കലേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമാണ്. ഇവർ യോഗി ആദിത്യനാഥിനെ പ്രകീർത്തിച്ചത് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ്. വിഷൻ ഡോക്യുമെന്റ് 2047 എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നടന്ന ഒരു മാരത്തോൺ ചർച്ചയ്ക്കിടയിലാണ്, അല്ലാതെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ല. വളരെ സാന്ദർഭികവശാൽ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഇവരുടെ ഭർത്താവും സമാജ്വാദി പാർട്ടിയുടെ എതിർവശത്തുള്ള മായാവതിയുടെ പാർട്ടിയായിട്ടുള്ള BSPയുടെ MLA ആയിരുന്ന രാജു പാൽ 2005 വെടിയേറ്റ് മരിച്ചു. വെടിവെച്ച് കൊന്നത് ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. ആത്തിഖ് അഹമ്മദാണ് എൻകൗണ്ടറിൽ അറസ്റ്റിലായി ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്, അത് എനിക്ക് തോന്നുന്നത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് സാധനമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം അല്ലാതെ കൊള്ളേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവനെയൊക്കെ തീറ്റിപ്പോറ്റിന് എന്തിനാണ് ഇപ്പോൾ ഗോവിന്ദചാമിന്റെ മാതിരി ഇങ്ങനെ മട്ടണും ചിക്കനും കൊടുത്തുകൊണ്ട് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. ആത്തിഖ് അഹമ്മദ് ഗുണ്ടാ നേതാവാണ്. തട്ടിക്കൊണ്ടുപോകല്, ബലാത്സംഗം, അവിടെയുള്ള പാവപ്പെട്ട ദളിത് വിഭാഗത്തിലൊക്കെ പെട്ട സ്ത്രീകളെ കൊണ്ടുപോവുക, പിന്നെ ബലാത്സംഗം ചെയ്യുക, ഇവരുടെ ഭൂമി നാളെ തൊട്ട് ഇന്ത്യ ഭൂമിയാണെന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക, പോലെ അവിടെ നാട്ടിൽ പായിക്കുക, അങ്ങനെ ചെയ്തിട്ടുള്ള കൊടും ക്രിമിനലായിരുന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലും ഒരു കാലഘട്ടത്തിൽ ഗുണ്ടാരാജിന്റെ കാലമായിരുന്നു. പപ്പു യാദവ് ജയിലിൽ കടന്ന് മത്സരിച്ച് ജയിച്ചതാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി നിന്നുകൊണ്ട് ബീഹാറിൽ. അതേപോലെ തന്നെ ആത്തിഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ നിയന്ത്രണത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗുണ്ടാരാജ്യം, ഈ മാഫിയ രാജ്യം, അതായത് പകല് ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെയും കുട്ടികളുടെയും ഒപ്പം റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ കാണാൻ കൊള്ളാവണ പെണ്ണാണെങ്കിൽ ഇവരുടെ വന്നിട്ട് വണ്ടിമേ കയറ്റി കൊണ്ടുപോവുകയാണ്. ഭർത്താവ് നിർത്തി കഴിഞ്ഞാൽ ഓനെ അവിടെ അടിച്ച് ഇടുകയാണ്, കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം വന്നിട്ടുള്ള മാറ്റം ഇവർ തന്നെ പറഞ്ഞ അവരുടെ വാക്കുകൾ കൂട്ടിയുമ്പോൾ അറിയാം. അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാവർക്കും അറിയാം എൻ്റെ ഭർത്താവിനെ കൊന്നത് ആരാണെന്ന്. എനിക്ക് നീതി ലഭ്യമാക്കിയതിനും മറ്റാരും കേൾക്കാതിരുന്നപ്പോൾ എന്നെ കേട്ടതിനും മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു. ആത്തിഖ് അഹമ്മദിനെ പോലെയുള്ള ക്രിമിനലുകളെ കൊല്ലുന്നതടക്കം കുറ്റകൃത്യങ്ങളോട് സന്നിയില്ലാത്ത നയങ്ങൾ പ്രയാഗ്രാജിലെ എന്നെ പോലെയുള്ള അനേകം സ്ത്രീകൾക്ക് അദ്ദേഹം നീതി ലഭ്യമാക്കി. എൻ്റെ ഭർത്താവിനെ കൊന്ന ആത്തിഖ് അഹമ്മദിനെ മണ്ണോട് ചേർക്കാനുള്ള ജോലി മുഖ്യമന്ത്രി ചെയ്തു. ഇന്ത്യയും ഫവാസിൻ്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവം നമ്മളെ പെങ്ങളോ, നമ്മളെ സഹോദരനോ, നമ്മളെ വാപ്പയോ, നമ്മളെ ഉമ്മയോ, ആർക്കെങ്കിലും, നമ്മളെ സുഹൃത്തുക്കൾക്കോ, നമ്മുടെ അയൽക്കാർക്കോ, നല്ല ക്രിമിനൽ അല്ലാത്തൊരു നല്ല മനുഷ്യൻ, ഇപ്പോൾ സ്വന്തം പാപ്പയാണെങ്കിലും വൃത്തികേട് കാട്ടിയതിന് പോയിട്ട് ആരെങ്കിലും ചെയ്തതാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. അല്ലാതെ നിരപരാധികളായ മനുഷ്യരെ ഇങ്ങനെ വേട്ടയാടുകയും കൊല ചെയ്യപ്പെടുകയും അതിൻ്റെ വേദന നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് നീതി നടപ്പിലാക്കി തരുന്ന ആരാണോ അവരോട് രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഒരു ബന്ധം നമുക്കുണ്ടാവും. അത് ചെയ്തത് നമ്മളൊരു കാലത്ത് ശത്രുസ്ഥാനത്ത് കണ്ട ആളാണെങ്കിൽ പോലും നമ്മൾ അവരെ അംഗീകരിക്കും. പൂജാപാലുമായിട്ടുള്ള കല്യാണം 2005 ഇയാൾ കഴിക്കുന്നത്, മരണപ്പെട്ട ആള്. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ആണ് ഇവർ വിധവയാവുന്നത്, ഈ കൊല്ലുന്നത്. അത് മാത്രമല്ല ആത്തിഖ് അഹമ്മദിന്റെ സഹോദരൻ അഷ്റഫിനെയാണ് ഈ രാജു പാൽ പരാജയപ്പെടുത്തിയത് നിയമസഭയിൽ. അതിന്റെ പ്രതികാരത്തിനാണ് ആത്തിഖ് അഹമ്മദ് ഇയാളെ കൊന്നത്. അങ്ങനെ പ്രധാന സാക്ഷിയായിരുന്ന ഒരു ഉമേഷ് പാലുണ്ട്. ഉമേഷ് പാലും വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് ഇതിലെ വേറെ വസ്തുത. അതും ആത്തിഖ് അഹമ്മദ് കൊന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പൊളിറ്റിക്സിൽ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിൽ ഒന്നെന്ന് പറയുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ BJPക്ക് വേണ്ടിയിട്ട്, BJPക്കാരനാണ്, BJPക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച് നന്നായിട്ട് വോട്ട് പിടിച്ച ആളാണ്. ഇത്തവണ വീണ്ടും പുള്ളി സ്ഥാനാർത്ഥിയാവും എന്നുള്ള അറിയാം. അദ്ദേഹത്തിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ ജീവനക്കാരായിട്ടുള്ള 3 പെൺകുട്ടികൾ തട്ടിപ്പ് നടത്തിയിട്ട് ഇവർക്കെതിരെ ജാതി കാർഡ് വരെ ഇറക്കിയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുത്ത്, കള്ളക്കേസ് കൊടുത്ത് കൃഷ്ണകുമാറിന്, അതും നിറഗർഭിണിയായിരിക്കുന്ന ദിയക്കെതിരെയും മോൾക്കെതിരെയും കേസൊക്കെ കൊടുത്ത് ദിയയുടെ ഭർത്താവ് അവരുടെ അടുത്ത് വേറെ സെക്ഷൽ ആയിട്ടുള്ള അപ്രോച്ച് നടത്തി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോയി ദിയെ അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അനിയത്തിമാരെ പോലെ ജീവനക്കാരെന്നുള്ള രീതിയിൽ കാണാതെ സഹോദര്യ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളുകൾക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു. ഈ കള്ളപ്പരാതി കൊടുത്തപ്പം കൃഷ്ണകുമാർ BJPക്കാരനാണ്. കൃഷ്ണകുമാർ CMന്റെ ഓഫീസിൽ പോകുന്നു. CMന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് നേരിട്ട്, അതായത് ഒരു
സൂപ്പർ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയാവുന്ന രീതിയിൽ ഇരിക്കുന്നത് പി ശശിയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം, നായനാരുടെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള പി ശശിയുടെ അടുത്ത് പോയപ്പോൾ പി ശശി അനുഭാവപൂർവ്വം മാന്യമായ രീതിയിൽ കൃഷ്ണകുമാറിൻ്റെ പരാതി മുഴുവൻ കേൾക്കുകയും നീതി നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ആ നീതി നേടിത്തരുമെന്ന് പറയുകയും ചെയ്തു എന്നുള്ളത് കൃഷ്ണകുമാർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CM ഓഫീസിൽ നിന്ന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടിയത്, എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ നീതി നടപ്പിലാക്കി കൊടുത്തു. അതിന് നാളെ കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാളെ BJP പുറത്താക്കണം. നല്ല കാര്യം ചെയ്തതല്ലേ പറയണത്. ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഓരോ ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ, ഞാൻ മഞ്ചേരിക്കാരനാണ്, അറിയാലോ. ഇപ്പോൾ ഈ മണ്ണാർക്കാട്ടുകാരനാണ്, മഞ്ചേരിക്കാരനാണ്. മഞ്ചേരി ഞങ്ങളെ മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്ന VP ഹൈദരാലി മൂപ്പര് കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. മൂപ്പര് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ചേർന്നു. മൂപ്പര മകൻ BP ഫിറോസ് വൈസ് ചെയർമാനായി അവിടെ കോൺഗ്രസിൻ്റെ. ബാപ്പ അപ്പുറത്തും മകൻ ഇപ്പുറത്തും ഒരു പെരയിലാണ് ഒപ്പണം കിടന്നിറങ്ങണത്. ഒരുമിച്ച് ചായ കുടിക്കണം, ഒരുമിച്ചാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഒരുമിച്ചാണ് ചോറ് കഴിക്കണത്. ചിലപ്പോൾ ചോറ് കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ ബാപ്പയാണ്, മകനാണ്. ബാപ്പാക്കൊരു പ്രശ്നം വന്നാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആർക്കാ? അയാളെ പാർട്ടിക്കാർക്കല്ല, ഈ ഫിറോസിനാണ്. ഫിറോസിൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സർവാധരണീയരായ രാഷ്ട്രീയക്കാർ ഒരുപാട് പേരില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയമായി തങ്ങൾ കുടുംബത്തെയും ലീഗിനെയും ഒക്കെ വിമർശിക്കുമ്പോഴും പാണക്കാട് തറവാട്ടിനോട് ആളുകൾക്കൊരു പ്രത്യേക സ്നേഹവും ബന്ധമുണ്ട്. എല്ലാവരും അവിടെ പോകുന്നുണ്ട്. ഇപ്പം ഷംസീർ ഇപ്പം അടുത്ത കാലത്ത് പോയി, ബാക്കിയുള്ളവർ പോയി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത്, ഈ ഉമ്മൻചാണ്ടിനെ പിന്നെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അതിൽ കല്ലെറിഞ്ഞ് കാറിൻ്റെ പൊട്ടിക്ക് അദ്ദേഹത്തിൻ്റെ തല പൊട്ടുകയൊക്കെ ചെയ്തത് ആ സോളാർ വിഷയം ഫാബ്രിക്കേറ്റഡാണ്. സോളാർ കേസിൻ്റെ സമയത്ത് ആരോപണം ഉന്നയിച്ചപ്പം ഉമ്മൻചാണ്ടിനെ എറിഞ്ഞ് ആ തലയ്ക്ക് പരിക്കേൽപ്പിച്ചത് COT നസീർ എന്ന് പറയുന്ന തലശ്ശേരിക്കാരനായിട്ടുള്ള CPM അന്നത്തെ ലോക്കൽ കമ്മിറ്റി അംഗം. ഈ COT നസീറിനെതിരെ കേസുണ്ടായിരുന്നു. COT നസീർ പോയിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ ആ കേസ് പിൻവലിക്കാനുള്ള വിശാല ഹൃദയം, ഒരു മനസ്സുതി ഉമ്മൻചാണ്ടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത് COT നസീറിൻ്റെ ഉമ്മയാണ്. കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത്. അപ്പം എന്താ വെച്ചാൽ അവർക്ക് മാനുഷികമായ പരിഗണന കിട്ടിയ ഒരാളോടുണ്ടാവുന്നൊരു സ്നേഹം, അത് റോട്ടിലൊരാൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനേത് പാർട്ടി ഏത് മതമാണ്, ഈ മതവർഗീയതക്കെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട്. കേരളത്തിൽ മതവർഗീയതയേക്കാൾ കൂടുതൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള വേർതിരിവിനേക്കാൾ കൂടുതൽ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്. മതത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പാർട്ടിയുടെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല സംസ്കാരമല്ല എന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. ഒരാളെ വണ്ടിടിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ മുതലാ കിടക്കുമ്പോൾ ഓനോട് ഇജേത് മതാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇജേതാ പാർട്ടി എന്ന് ചോദിക്കുക, അല്ലല്ലോ. നമ്മളൊക്കെ ഇപ്പോൾ എനിക്കിപ്പോൾ ചെറുതായിട്ട് ഷുഗറിൽ വേരിയേഷൻ ഉണ്ട്. അതുവരെ ഞാൻ സ്ഥിരമായി 6 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ ബ്ലഡ് കൊടുക്കുന്ന ആളായിരുന്നു. ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ബാങ്കിലാണ് കൊടുക്കണേ, നമ്മളൊരാൾക്കല്ല കൊടുക്കുന്നത്. ബ്ലഡ് ബാങ്കിൽ സ്ഥിരമായി കൊടുക്കുമ്പോൾ ബ്ലഡ് അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെത് റെയർ ആയിട്ടുള്ള ഗ്രൂപ്പല്ല, O പോസിറ്റീവ് ആണ്. അതിന് പൊതുവെ ആൾക്കാർ വിളിക്കൂല, കാരണം പോലെ കുടുംബത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ ബ്ലഡ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. ഈ ബ്ലഡ്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, ഞാനൊരു ക്രിസ്ത്യനാണ്. ഇത് കൊടുക്കുന്നത് മുസ്ലിമിനാണോ, ഹിന്ദുവിനാണോ, കോൺഗ്രസ്സുകാരനാണോ, ലീഗുകാരനാണോ, BJPക്കാരനാണോ, RSSകാരനാണോ, പിന്നെ സുഡാപ്പിക്കാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലോ കൊടുക്കണത്. ചിലപ്പോൾ ഇവരെല്ലാർക്കെങ്കിലും കൊടുക്കണത്. അതിപ്പോൾ നമ്മൾ നോക്കണല്ലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി ഗണേശനെ കുറിച്ച്, വെള്ളാപ്പള്ളി ഗണേശൻ്റെ പൊളിറ്റിക്സ്, വെള്ളാപ്പള്ളി ഗണേശൻ്റെ പാർട്ടി BDGS NDAൻ്റെ ഭാഗമാണ്, BJPൻ്റെ സഖ്യകക്ഷിയാണ്. അവരുടെ ഭാഗത്തുനിന്ന് 4 സീറ്റിൽ ലോക്സഭയ്ക്ക് മത്സരിച്ചതാണ്, ഒക്കെയാണ്. തുഷാർ വെള്ളാപ്പള്ളി ഇപ്പം നിലമ്പൂരടക്കം ക്യാമ്പ് ചെയ്ത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. പക്ഷേ വെള്ളാപ്പള്ളി ഗണേശനെ കുറിച്ച്, മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട വർഗീയതയോടൊക്കെ എനിക്ക് ഭംഗിയായിട്ട് എതിർപ്പുള്ള ആളാണ്. ഞാൻ കള്ളാപ്പള്ളി ഗണേശൻ എന്ന് അവരെപ്പോഴും പറയാറുള്ളൂ. പക്ഷേ എന്നാൽ തന്നെ വെള്ളാപ്പള്ളി ഗണേശൻ SNDP പോലെയുള്ള സംഘടനയെ കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം കൊണ്ടു നടന്നു എന്ന് പിണറായി വിജയൻ പ്രകീർത്തിച്ചത് ശരിയാണ്, ഫാക്റ്റാണ്. അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗിനോട് ഞാൻ മലപ്പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ മഞ്ചേരി NS കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു NSFയുടെ. അപ്പോൾ എൻ്റെ നാട്ടിൽ ലീഗുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കണം. അടിയുണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അങ്ങനെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ തല്ലുംപിടിയൊന്നും നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ നിൽക്കില്ല. അന്നത്തെ പ്രായത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇങ്ങോട്ട് ഏതെങ്കിലും എടുത്താൽ തോണ്ടിയാൽ നമ്മൾ കയറി അടിക്കുകയാണ് ചെയ്യണത്. പിന്നെ അങ്ങനെ അടിച്ചും പിടിച്ചും പാർട്ടി ഉണ്ടാക്കണം. പക്ഷേ CH മുഹമ്മദ് കോയയുടെ കോൺട്രിബ്യൂഷൻ എന്താ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ വഴിയെ കൈപിടിച്ചുയർത്തിയത്. പണ്ട് മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിക്കൂല. ഏതെങ്കിലും നാട്ടിൻപുറത്ത് പിന്നെ ലീഗിൻ്റെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ വിളിച്ചിട്ട് കുട്ടികൾ എത്ര പേരുണ്ട്, അപ്പോൾ ഇത്ര ആൺകുട്ടികൾ, ഇത്ര പെൺകുട്ടികളൊക്കെ എന്താ ചെയ്യണത്? ഓള് 5ാം ക്ലാസ് വരെ പഠിച്ച് നിർത്തി, പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയാം. കോഴിക്കോട് സർവകലാശാല തുടങ്ങിയത് അദ്ദേഹമാണ്. കോഴിക്കോട് സർവകലാശാല എന്നുള്ളത് CHൻ്റെ ആശയമാണ്. CH മുഹമ്മദ് കോയെ നമുക്ക് തള്ളി പറയാൻ പറ്റുമോ? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത്, ഈ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും
നന്നാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറയാതെ മരിച്ചു കഴിഞ്ഞാൽ ഞെട്ടനുണ്ടാക്കിയത് 102 വയസ്സുള്ള VS അച്യുതാനന്ദൻ്റെ വിയോഗം തീർത്ത വിടവ് ആർക്കും നികത്താൻ പറ്റില്ല. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് മൂപ്പർക്ക് ഓർമ്മയില്ല, ആരോഗ്യശേഷി ഇല്ലാതെ നിൽക്കുക, ഒരു പത്രസമ്മേളനം നടത്താനും സംസാരിക്കാനും കഴിയാതെ. ഇയാൾ എന്താ 1000 കൊല്ലം വരെ ജീവിച്ചിരിക്കണോ? ഇതൊക്കെ വെറുതെ കാപട്യാണ്. അപ്പം ഈ മരിച്ചു കഴിഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ പറയാനല്ല, ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. രക്തദാനം മാത്രമല്ല, അവയവദാനത്തിനകത്ത് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുകയാണ്, നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരണശേഷം നമ്മളെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന യഥാസമയം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ എടുക്കാൻ പറ്റുന്ന അവയവങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ജാതി മതം നോക്കിയിട്ടല്ല കൊടുക്കണത്, രാഷ്ട്രീയം നോക്കിയിട്ടല്ല കൊടുക്കണത്. അത് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഹൃദയമാവും പിന്നീട് ലീഗുകാരൻ്റെ അല്ലെങ്കിൽ BJP-കാരൻ്റെ ശരീരത്തിനുള്ളിൽ തുടിക്കുന്നത്. ചിലപ്പം RSSകാരൻ്റെ കിഡ്നി ആവും സുഡാപ്പിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണത്. ചിലപ്പോൾ കോൺഗ്രസ്സുകാരൻ്റെ കയ്യാവും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇവിടെ തുന്നി ചേർത്ത് പിടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാലത്ത് ജീവിക്കും. അല്ലെങ്കിൽ നേത്രപടലം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് കണ്ണിലൂടെ കണ്ട ഒരാളുടെ ആ നേത്രപടലമാവും ചിലപ്പോൾ BJP-കാരന് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാലത്ത് നമ്മൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണം എന്നുള്ളതാണ്. ഇപ്പം ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരുപാട് നന്നായിട്ട് പറഞ്ഞു. വീടുമായിട്ടുള്ള ബന്ധം, സുഖമില്ലാതിരിക്കുമ്പോഴും അച്ഛൻ്റെ മരണശേഷം വീട്ടിൽ വന്നതിനെക്കുറിച്ച് കൈ പിടിച്ചിട്ടാണ് ബിനീഷ് അദ്ദേഹത്തെ തിരിച്ച് കാറിലേക്ക്, ഉമ്മൻചാണ്ടിക്ക് ക്യാൻസറും ബാധിച്ച് സുഖമില്ലാതിരിക്കുകയല്ലേ, കൊണ്ടുപോയിട്ടുണ്ട്. നായനാരുടെ മകൻ കൃഷ്ണകുമാർ ഒരുപാട് നന്നാക്കി പറഞ്ഞു. അദ്ദേഹം പിന്നീട് പുതുപ്പള്ളി പോയി. കാരണം എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. വേണ്ട, ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന MA ബേബിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ ഒപ്പല്ലേ ചായ കുടിക്കുന്നേ, പോലെ ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സാധനം മാറണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അനക്കൻ്റെ പാർട്ടി ഉണ്ടാവും, ഇച്ചിൻ്റെ പാർട്ടി ഉണ്ടാവും, നമ്മൾ തമ്മിൽ തർക്കിക്കുക. നമ്മളെ ഏറ്റവും മനോഹരമായിട്ടുള്ള രാഷ്ട്രീയ സംവാദം നടക്കുന്ന സ്ഥലം എവിടെ? അത് ഇന്ത്യൻ പാർലമെന്റ് അല്ല, അത് കേരളത്തിലെ നിയമസഭകളല്ല, അത് പൊതുയോഗങ്ങളിലല്ല. ഏറ്റവും നല്ല രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കണേ നമ്മളെ നാട്ടും പുറത്തെ ചായപ്പീടിയിലുള്ള പഴയ കാക്കാമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, കുറച്ച് 10-60 വയസ്സുള്ളവർ. ഓല് ഈ പേപ്പറും ഒക്കെ ഒന്ന് വായിച്ചുകൊണ്ട് പോലെ പരയിൽ പേപ്പർ എടുത്തിട്ടുണ്ടാവില്ല. ഓല് ഈ പേപ്പർ വായിച്ചു കണ്ട് പോലെ അവിടെ ഇരുന്ന് കണ്ട് ഈ നാട്ടുമ്പുറത്തുകാരനാണോ, നാട്ടുമ്പുറത്തെ പീടിയിലൊക്കെ കയറിയിട്ട് ചായ കുടിക്കാൻ എനിക്കിഷ്ടമാണ്. ഈറ്റങ്ങൾ അവിടെ നിന്നാണ് തർക്കിക്കും, നല്ലോണം തർക്കിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നേതാക്കന്മാരെ കുറ്റം പറയും, എൻ്റെ പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഓല അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓല ഒപ്പം കുടിച്ച ചായയുടെ പൈസ ഒരു ദിവസം ഒരാളാവും കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ ഇതാവും. ഓൻ്റെ ചായയും പാടെ തർക്കിച്ചോൻ്റെ ചായയും കൂടി അതിൻ്റെ ഇതിൽ എഴുതിക്കോ എന്ന് പറയും. ചിലപ്പോൾ ഒരു പാക്കറ്റിൽ നിന്നുള്ള വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കും, തർക്കിക്കും, പിറ്റേന്ന് പോലും പിന്നെയും തർക്കിക്കും. എന്നാലും ഒരു വിഷയം വന്ന ഒപ്പുണ്ട്. ഇങ്ങനെ ഏറ്റവും ആരോഗ്യകരമായി ഞാൻ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലുള്ള MPമാരെയും ഇന്ത്യയിലെ വിവിധ നിയമസഭകളിലുള്ള MLAമാരെയും ഒക്കെ കൊടുന്നിട്ട് ഇമാതിരി ചായപ്പീടിയിലുള്ള ആൾക്കാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ്. അവിടെയാണ് സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വൃത്തികളുണ്ടായിട്ടുള്ളത്. അവരവരുടെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവം പറഞ്ഞതിനെ ഇത്ര മോശമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ദുരന്ത ഭൂമിയിൽ മുണ്ടക്കൈ ചൂരൽമലയാവട്ടെ അല്ലെങ്കിൽ കവളപ്പാറയാവട്ടെ, ഈ ദുരന്ത ഭൂമിയിൽ മുസ്ലിം ലീഗിൻ്റെ KMCC ആണ് അവിടെ മുണ്ടക്കൈ ചൂരൽമല ഉണ്ടായപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നവർക്കും അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവർക്കും മൊത്തമുള്ള ഭക്ഷണം വെച്ചു കൊടുത്തത് KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നുകൊണ്ട് പ്രത്യേകിച്ചും വിദേശത്തും അന്യസംസ്ഥാനത്തും ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണത്. ഓലാണ് അത് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തത്. ഭക്ഷണം ഉണ്ടാക്കണ പോലെ, വിളമ്പണ പോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കണം, രക്ഷാപ്രവർത്തകർക്ക് വരെ. അതേപോലെ തന്നെ RSSൻ്റെ സേവാഭാരതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലേലും നന്മ ഉണ്ട്, എല്ലേലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. DYFIക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. യൂത്തന്മാരാണ് ഇപ്പം ഈ ഫണ്ട് വെട്ടിക്കലും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് തരികിടായിട്ട് നടക്കണം. അതിപ്പം ഇപ്പോഴത്തെ ഈ 2 യൂത്ത് നേതാക്കന്മാർ വന്നതിന് ശേഷമാണ്, ഈ കോടികൾ വന്നതിന് ശേഷമാണ് സംഭവം ഉണ്ടായത്. അല്ലാത്ത കാലത്ത് ആ പ്രശ്നമൊന്നുമില്ലായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഒക്കെ നല്ല സംഘടനയായിരുന്നു. അതേപോലെ നിർമ്മല സീതാരാമൻ വിവാഹം കഴിച്ചിട്ടുള്ളത് പാറക്കാല പ്രഭാകരനെയാണ്. ആന്ധ്രാക്കാരനാണ്, ഇവർ തമിഴ്നാട്ടുകാരിയാണ്. JNUവിൻ്റെ പ്രൊഡക്റ്റാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്, സമപ്രായക്കാരാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ. നരേന്ദ്രമോദിയുടെ ഏറ്റവും ക്ലാസിക് വിമർശകൻ, വെറുതെ കണവണ രാഷ്ട്രീയമല്ല, അയാൾ ഇത് ശരിയായില്ല, അയാൾ രാജിവെക്കണമെന്നൊന്നല്ല, എണ്ണി അക്കമിട്ട് നരേന്ദ്രമോദിയെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആള് പാറക്കാല പ്രഭാകറും നിർമ്മലാ സീതാരാമനും വൈകുന്നേരമായ ഒരു കട്ടിലുമലാണല്ലോ കിടന്നുറങ്ങണത്. നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തയാണ്. കേന്ദ്രത്തിൽ പ്രതിരോധ വകുപ്പിലും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യാനൊരു വനിതനെ എത്തിക്കുക എന്ന് പറയുന്നത് ചരിത്ര സംഭവമാണ്, പ്രധാനപ്പെട്ട വകുപ്പ്, കീ പോസ്റ്റാണ്. ഇതിനൊക്കെ ആ രീതിയിൽ കാണാൻ കഴിയണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പരസ്പരം വിവാഹങ്ങൾ നടക്കുന്നതിന് എന്താ ചോദിക്കാൻ വന്നു സാർ ഇപ്പോൾ പറഞ്ഞു വരുന്നതിന് ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, മനുഷ്യത്വപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് ശരിയാണ്. പക്ഷെ നമുക്കൊരു ജുഡീഷ്യറി അവിടെ നിൽക്കുന്നുണ്ട്. കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് നമുക്ക് ജുഡീഷ്യൽ സിസ്റ്റം എന്തിനാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അതിന് വിലല്ലാണ്ടായില്ലേ? അപ്പൊ അവർ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ലല്ലോ. അല്ല, ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറയുമ്പം
നമ്മളൊരു കേസുകൾക്കകത്ത് ഇടമലയാർ കേസിനകത്ത് ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ടു. ഇടമലയാർ കേസ് തന്നെയാണ് തോന്നുന്നു ബാലകൃഷ്ണപിള്ള അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദിവസം ജയിലിൽ കിടന്ന്? ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അതും ഇളവ് കൊടുത്തു ഉമ്മൻചാണ്ടി, പുറത്തേക്ക് ഇറക്കി. ശിക്ഷിക്കപ്പെട്ടത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിൽ പോയ ആളാ. അയാൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടോ അയാൾ പിന്നെ മുന്നണി മാറി LDFന്റെ ഭാഗമായി. അയാൾക്കെതിരെ നിയമ പോരാട്ടം നടത്തി അയാളെ ജയിലിലാക്കിയ ആ കേസിൽ വാദിയായിട്ട് നിന്ന, സ്ട്രോങ് ആയിട്ട് നിന്ന VS അച്യുതാനന്ദനും ഭരണ പരിഷ്കാര കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ക്യാബിനറ്റ് റാങ്കോടെ, അതേപോലെ തന്നെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ബാലകൃഷ്ണപിള്ളയും ഒന്നാം പിണറായി മന്ത്രിസഭയുടെ സമയത്ത് ഒരേ സമയം ക്യാബിനറ്റ് റാങ്കോടെ ഇരിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നു. ഇതാണ് നമ്മുടെ വൃത്തികേടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. കൊടിസുനിയൊക്കെ ജയിലിൽ കിടന്നതിനേക്കാളും കാലം പുറത്തല്ലെന്നേ. ഒരു മനുഷ്യനെ വെട്ടിക്കൂട്ടി പ്രായമായ അമ്മയ്ക്ക്, ഭർത്താവ് മരിച്ചു പോയത്, അച്ഛൻ മരിച്ചു പോയതാ, അമ്മയ്ക്കും പിന്നെ ഭാര്യ KK രമയ്ക്കും ആകെയുള്ളൊരു മകൻ അഭിനന്ദനും ഒന്നും അവസാനമായിട്ടൊരു ഉമ്മ കൊടുക്കാന്ന് കാണാൻ ഒരു മുഖം ബാക്കി വെക്കാതെ വെട്ടിക്കൊന്നവനെയൊക്കെ ഓന് പിന്നെ കള്ളുടിക്കാൻ സൗകര്യം ചെയ്യും. ഇപ്പം അടുത്ത ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ പോലെ അതിനൊക്കെ വേണ്ടി പോയപ്പോൾ ബാറിൻ്റെ ബേക്കിൽ ഇരുന്നാണ്ട് വെള്ളം അടിക്കാൻ സൗകര്യം ചെയ്യുന്ന പോലീസുകാർ. ഇങ്ങനെയുള്ള കാലത്ത് മനുഷ്യൻ ചിലപ്പോൾ നിയമം കയ്യിലെടുക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങൾ കാണുമ്പം അതിനെ അംഗീകരിക്കുക. ആത്തിക്കാവുമ്പേനൊക്കെ കേസ് നടത്തിയാണ്ട് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ ജയിലിൽ കിടന്നിട്ട് ചാവും, ഓനക്ക് പരോളും കിട്ടും. അതും യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ മായാവതിയുടെ BSPയോ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടിസുനിയും ബാലകൃഷ്ണപിള്ളയൊക്കെ ഇറങ്ങിയ മാതിരി ശിക്ഷായളവും കൊടുക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ പരോളും കൊടുക്കും. ഇതാണ് ഉണ്ടാവുന്നത്. അവിടുത്തെ ഗുണ്ടാരാജ്യം, മാഫിയ രാജ്യം അവസാനിപ്പിച്ചതിൽ യോഗി ആദിത്യനാഥിന് വലിയ പങ്കുണ്ട് എന്നും അവിടുത്തെ സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അത് BJPയോടുള്ള താല്പര്യമല്ല, യോഗി ആദിത്യനാഥിനോടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPക്ക് ഭയങ്കര തിരിച്ചടി ഉണ്ടായി. അതെന്താ വെച്ചാൽ ഈ മറ്റേ കുറുക്കനുണ്ടല്ലോ, കുരുട്ടുകുതിക്കാരൻ, നമ്മളെ പിന്നെ ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്രമോദിന്റെ വലങ്കൈ അമിത്ഷാ, ആ ചങ്ങായി എന്ന് പറഞ്ഞ ഒരു ഭൂലോക ബളവനാണ്. അയാള് യോഗി ആദിത്യനാഥ് അയാൾക്കും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട് മോദിക്ക് ശേഷം. പക്ഷെ അത് സമ്മതിക്കൂല, RSS സമ്മതിക്കൂല. RSSന്റെ ഏറ്റവും വലിയ പെറ്റ് എന്ന് പറയുന്ന ഒരാൾ നിതിൻ ഗഡ്കരിയാണ്, മഹാരാഷ്ട്രക്കാരൻ, മാന്യനായ രാഷ്ട്രീയക്കാരനാണ്, പഴയ BJPന്റെ ദേശീയ പ്രസിഡന്റാണ്. അത് മാത്രമല്ല ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ നാഷണൽ ഹൈവേ വികസനം, പിന്നെ ഗതാഗത സംവിധാനത്തിനകത്ത് ഉപരിതല ഗതാഗത മേഖലയിലൊക്കെയുള്ള നേട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് വളരെ വിഷ്ണുവായ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ നിതിൻ ഗഡ്കരിയാണ്. നമ്മൾക്ക് പോലും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ തന്നെ പറഞ്ഞ് നിതിൻ ഗഡ്കരി കയ്യയച്ച് നമ്മുടെ ഡിമാൻഡുകളെല്ലാം, നമ്മുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത്. എപ്പോൾ അപ്പോയിൻമെന്റ് ചോദിച്ചാലും കൊടുക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് RSSന്റെ താല്പര്യമുള്ളത്. പിന്നീട് അവർക്കുള്ളത് താല്പര്യമുള്ള ഒരാൾ ദേവേന്ദ്ര ഫഡ്നാവിസാണ്, മഹാരാഷ്ട്ര എന്നുള്ളത്. അമിത്ഷാനെ ഇനി കൊണ്ടുവരില്ല. അമിത്ഷാനെ ഇനിയിപ്പോൾ അമിത്ഷാ അല്ല, അമിത്ഷാന്റെ ബാപ്പ വിചാരിച്ചാൽ ഇനിയിപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ആകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി വന്നു കഴിഞ്ഞാൽ ഗുജറാത്തി ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ള ക്യാമ്പയിൻ വരും. അത് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിനെ ഒഴിവാക്കിയാലും ബാക്കിയുള്ളിടത്ത് മുഴുവൻ കൗബെൽറ്റിന് മുഴുവൻ അത് റിഫ്ലക്ട് ചെയ്യും. കാരണം നരേന്ദ്രമോദിക്ക് ശേഷം വീണ്ടും ഗുജറാത്ത് തന്നെ വരികയാണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ പിന്നെ നിയന്ത്രണത്തിലുള്ള ആൾക്കാരല്ലാതെ മൂപ്പര് സജസ്റ്റ് ചെയ്ത വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വെട്ടിയിട്ട് അമിത്ഷാ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ ഉത്തർപ്രദേശിൽ അവർക്ക് ലോക്സഭാ സീറ്റുകൾ കുറഞ്ഞതും ഇന്ത്യ സഖ്യത്തിന് ഇത്രയധികം മൈലേജ് ഉണ്ടായതും. സത്യത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്സിലുണ്ട്. ഇപ്പം ശശി തരൂര് പല കാര്യങ്ങൾക്കകത്തും നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നുണ്ട്, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ നീച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായപ്പോഴുള്ള കുഴപ്പമായിരുന്നു. മൂപ്പര് രാവിലെ പല്ല് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ പത്രക്കാർ വരും, പിണറായി രാജിവെക്കണം എന്നറിയും. മൂപ്പര് പ്രതിപക്ഷ നേതാവായ 16 തൊട്ട് 21 വരെ. എന്തിനാ രാജിവെക്കണം വെച്ചാൽ എന്തിനായാലും രാജിവെക്കണം. ഈ ഗുളിക കഴിക്കണ മാതിരിയാണ്. ആഹാരത്തിന് ശേഷം 3 നേരം എന്ന് പറഞ്ഞ മാതിരി ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാലും ഏതെങ്കിലും പത്രക്കാരെ കണ്ട പിണറായി രാജിവെക്കണം. എന്തിനാ പറയണമെന്ന് അറിയില്ല, എന്തിനായാലും പിണറായി രാജിവെക്കണം, വൈകുന്നേരവും തന്നെ പരിപാടി. അങ്ങനെ രാജിവെക്കണം എന്ന ഡിമാൻഡിൻ്റെ ഒരു വില കളഞ്ഞു. അങ്ങനെയല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. അതേസമയം കുറച്ചുകൂടി പക്വതയോട്ട് VD സതീശൻ കാണുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ ഈ നല്ലത് ചെയ്യുമ്പോൾ അതിനെ അംഗീകരിച്ച് കണ്ട്, അല്ലെങ്കിൽ ഈ എന്നോട് ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നെ മൂപ്പര് ചെയ്തത് നല്ലതായി, മറ്റേ കാര്യം അത് മൂപ്പര് ചെയ്ത് നന്നായി. അതുകൊണ്ട് 3-ാമത്തെ ദിവസം പറയുകയാണ് ഇപ്പം അയാൾ ചെയ്ത് തെറ്റത്തരയും നക്കിത്തരാണ് കാട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് ഉണ്ട്. അതേസമയം ഈ ഒന്നും ഇന്നെ കുറ്റം പറഞ്ഞുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അത് ഓനെന്തോ അയാളോട് കുയിന്താണ്, അതുകൊണ്ട് എന്നും ഇങ്ങനെ കുറ്റം പറയുകയാണെന്നിരുന്നു. ഫാസിനെ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വിമർശനങ്ങളുടെ മൂർച്ച കൂടേണ്ടത് ഒരാളുടെ നല്ല കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അയാളുടെ തെറ്റിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിലവൻ്റ് ആണ്, അതിൽ വാല്യുവബിൾ ആണ്, അതിനൊരു പഞ്ചുണ്ടാവും. കാരണം ഓൻ പറയണത് ഫാക്റ്റാണെന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെ രീതിയിലാണ് അത് പോകേണ്ടതെന്നുള്ളതാണ്. ഇപ്പം ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ. ഗെയിൽ പൈപ്പ് ലൈൻ
ഇച്ഛാശക്തിയോടെ കേരളത്തിൽ നടപ്പിലാക്കിയതിൽ പിണറായി വിജയൻ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. കേരള ഗവൺമെൻറ്, കേരള CM പിണറായി വിജയൻ്റെ പേരെടുത്തുകൊണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ രാജ്യത്തിന് സമർപ്പിക്കുന്നു. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു തോന്നുന്നതിൻ്റെ ചടങ്ങ്, അതോ ഓൺലൈനായിട്ടാണോ അതിൻ്റെ പരിപാടി നടന്നതെന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ നരേന്ദ്രമോദിയാണ് പറയുന്നത്. കേരളത്തിലെ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പേരെടുത്ത് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാതി വഴിയിലും മുടങ്ങി നിന്നാണ്. ഓർമ്മ ഉണ്ടല്ലോ, ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഭൂമിൻ്റെ അടിയിൽ പോണ ബോംബാണ്, ഇതെപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും, ഗ്യാസാണ് പോണത്, അപകടം ഉണ്ടാവുന്നതാണ്. ഈ പാവപ്പെട്ട ആൾക്കാരെ അതും പ്രത്യേകിച്ച് അവർ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഒരു ജാതിക്കാട് കളിക്കുന്നതിൽ ഭയങ്കര വിദഗ്ധമാരാ. ജമാഅത്ത് ഇസ്ലാമിൻ്റെ തന്ത്രം എന്താ വെച്ചാൽ, ഇത് ശ്രദ്ധിച്ചിക്കണോ, ഏതെങ്കിലും കൊലപാതക കേസിലോ അടിപിടി കേസിലോ ഏതെങ്കിലും വർഗീയ കലാപ കേസിലോ ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പ്രതിയാവലുണ്ടോ? ഇല്ല, ഓൻ പ്രതിയാവില്ല. ഓലെന്ത് ചെയ്യും? ഓലെ ഏറ്റവും വലിയ ശത്രുക്കളാരാ? ഓലെ ഏറ്റവും വലിയ ശത്രുക്കൾ അത് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ RSS പിന്നെ മൊസാദോ ഒന്നല്ല. ഓലെ ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നി മുസ്ലിങ്ങളാണ്. അതേപോലെ തന്നെ ഇറാനിലെ ഷിയാകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നി മുസ്ലിങ്ങളാണ്. സുന്നി മുസ്ലിങ്ങളാണ് ഓലെ ടാർജറ്റ്, ആദ്യം ഓലെ തീർക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരെന്ത് ചെയ്തും, ഇവർ ഈ വർഗീയ ക്യാമ്പയിൻ ഓലെ അടുപ്പൂട്ടി ചർച്ച ഉണ്ടല്ലോ നമ്മളെ ദാവൂദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 3:15 ചാനലിൽ, ഇതിൽ നിന്നാണ്ട് ഓലിങ്ങനെ കത്തിക്കും, വികാരം കത്തിക്കും. ഈ സുന്നികൾ ബേസിക്കലി പാവങ്ങളാണ്. ഐറ്റങ്ങൾ എന്താ വെച്ചാൽ ഇതിൽ കയറുമ്പോൾ ഓലെ രക്തം തിളയ്ക്കും. ഇവർ ഈ സുഡാപ്പികളെ കൂടിയാണ്ട് ആയുധെടുക്കാൻ പോകും. എന്നിട്ട് ഐറ്റങ്ങൾ പോയി കണ്ട് തീഹാർ ജയിലിൽ പോയി കിടക്കും. ഇവരെ ആരെയും പൊക്കൂല. അതായത് ഇവരെ ഇവരെ പെൺകുട്ടികളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും. മറ്റോലെ എന്നിട്ട് ചാക്കുമൂടി നടത്താൻ വേണ്ടിയിട്ട് പറയും. ഓലെ കുട്ടികളെ വേഗം കെട്ടിച്ചയക്കണം എന്നുള്ള ക്യാമ്പയിൻ സുന്നികളുടെ ഇടയിൽ നടത്തും. സമസ്ത പോലെയുള്ള കുറച്ചുകൂടി മുസ്ലിം ലീഗ് അങ്ങനെയല്ല. മുസ്ലിം ലീഗിൽ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ സമസ്തേനെ അവർക്ക് പടക്കാൻ പറ്റാത്തൊരവസ്ഥ മുസ്ലിം ലീഗിനുണ്ട്. ഒരു ഗതികേടാണ്. എല്ലാ മൂല്യന്മാർക്കും വിവരമുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇവർ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ ഗെയിൽ സമരത്തിൻ്റെ സമയത്ത് അതിനെ വർഗീയമായിട്ട് മാറ്റാൻ നോക്കി. സമരം നടത്തുന്നതിനിടയിൽ വെള്ളിയാഴ്ച ജുമായൻ്റെ സമയത്ത് ഹൈവേയിൽ ജുമായ നടത്തുക, പള്ളി ഉണ്ടല്ലോ, പള്ളി പോയി നടത്തിയാൽ പോലെ ഹൈവേയിൽ ജുമായ നടത്തുക, കാരണം റോഡ് ബ്ലോക്ക് ആകുക, പോലീസ് ഇടപെടും. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി, അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയ കമ്മ്യൂണലായിട്ടുള്ള സാധനം കൊണ്ടാണ്. ഇവിടെ ആരെങ്കിലും ഗെയിൽ പൈപ്പ് ലൈൻ ഇതിനൊക്കെ വേണ്ട സുരക്ഷയോട് കൂടിയിട്ടാണല്ലോ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പ്രകൃതിവാതകം കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് പൈപ്പ് ലൈൻ ഉണ്ട്, കടലിനടി കൂടി വരുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പൊട്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ സുനാമി ഉണ്ടാവില്ലേ? അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടല്ലോ, അത് പാലിച്ച്. പക്ഷേ എന്നിട്ട് ഇച്ഛാശക്തിയോടെ ഗെയിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി പിണറായിനെ അഭിനന്ദിച്ചു. അതുകൊണ്ട് CPM നേതാവായ പിണറായി അഭിനന്ദിച്ചു. അതുകൊണ്ട് നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് RSSന്റെ നാഗപ്പൂരിലെ കാര്യാലയത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഓരോ ആളുകളെ എടുത്ത് പോയിക്കൊണ്ട് MP രാജേഷ് മന്ത്രി, MP രാജേഷും VK ശ്രീകണ്ഠൻ പാലക്കാട് MP ഒരു തമ്മിൽ, അല്ലെ MP ശ്രീകണ്ഠൻ തന്നെയല്ലേ, വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. പറമ്പിലിൻ്റെ മാതിരിയൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇത് ആൾക്കാരെ സോപ്പിടാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് കാണിക്കുന്നത് റിയൽ സർക്കിളൊന്നുമല്ല. സത്യസന്ധരായ രാഷ്ട്രീയക്കാരനാണ് VK ശ്രീകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു തുളസി അല്ലേ, പണ്ട് മത്സരിച്ചേ. അപ്പം ഇവർ തമ്മിൽ മത്സരിച്ചു. രാജേഷിനെ 2019 തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ആളാണ് ശ്രീകണ്ഠൻ. പക്ഷെ ഒരു തമ്മിൽ നല്ല സൗഹൃദം എന്താ. അതേസമയം ബൽറാം MP രാജേഷിനെ കണ്ടാൻ മിണ്ടൂല. ഞാൻ പറഞ്ഞു, ഈ ഞാൻ തമ്മിൽ മത്സരിക്കണു, ഈ ജയിച്ചതിന് ഞാനെന്തിനാ എന്നോട് ഇതായിട്ട് നാട്ടുകാർ വോട്ട് ചെയ്യാണ്ടല്ലേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. ഒരു തമ്മിൽ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, പരസ്പരം പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ PV അൻവറിൻ്റെ സഹോദരൻ PV അൻവറിനെതിരെ സ്വരാജിന് വേണ്ടിയിട്ടാണ് വർക്കിനിറങ്ങിയത്. പക്ഷേ PV അൻവറിന് അപകടം പറ്റിക്കഴിഞ്ഞാൽ PV അൻവറിനെ കോരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോലും ഒപ്പം നിന്ന് നോക്കുകയും വേണമെങ്കിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ക്ലീൻ ചെയ്യാനും PV അൻവറിൻ്റെ സഹോദരനല്ലേ പോവുക. രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ ആ നിലപാടിനോട് വിയോജിപ്പ് പറഞ്ഞു സ്വരാജിന് വേണ്ടി വർക്കിനിറങ്ങി. അപ്പം ഇതാണ് ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റണം. ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ്റെ അപ്പയ്ക്ക് ഇങ്ങനെ ഈ സുഖമില്ലായ്ക വന്ന സമയത്ത്, ആ സമയത്ത് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചത് AK ആൻ്റണിയും VM സുധീരൻ അങ്കിളുമാണ്. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഏത് രീതിയിലുള്ള ചികിത്സയ്ക്ക് എന്ത് സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്ന് രാഹുൽ ഗാന്ധിയാണ്, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ്. പിണറായി വിജയനാണെന്ന് പറഞ്ഞിപ്പിക്കാൻ തന്നെ എല്ലാവരും കൂടി ചാണ്ടി ഉമ്മൻ്റെ നേരെ ചാഞ്ഞു കയറി. ഉള്ളതുപോലെ പറഞ്ഞൂടെ, നല്ലത് ചെയ്ത് രാഷ്ട്രീയമായിട്ട് എതിർക്കട്ടെ. പിണറായി വിജയൻ ചെയ്യുന്ന കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ, അഴിമതികളുണ്ടെങ്കിൽ, കെടുകാര്യസ്ഥത ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക. അങ്ങനെയാണ് അതിനെ പോകേണ്ടത്. ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന. പണ്ട് ശിവദാസ മേനോൻ പാലക്കാട് നിന്നുള്ള നമ്മുടെ മലമ്പുഴയിൽ നിന്ന് ഇപ്പം മത്സരിച്ച് വിജയിച്ചും നായനാരുടെ മന്ത്രിസഭയിലൊക്കെ വൈദ്യുതി വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ശിവദാസ മേനോൻ അന്തരിച്ചുപോയി. അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്താണ്. അന്ന് KM മാണി ഭരണപക്ഷത്ത് മന്ത്രിയാണ്. അതിൽ ഇവർ തമ്മിൽ ഭയങ്കര തർക്കമുണ്ടായി. അന്നൊക്കെ നല്ല ക്ലാസ് ചർച്ചകൾ നടക്കണ മാതിരി. ഇപ്പോഴത്തെ മാതിരി എടാ പോടാ വിളി, ഈ വെല്ലുവിളി, ഈ ശത്രുതാ മനോഭാവം ഒന്നുമില്ല.
നിയമസഭയിൽ ചർച്ച കഴിഞ്ഞാൽ പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും MLA-മാരൊക്കെ ഒപ്പം പോയിട്ടാണ് ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിക്കലും ചോറ് കഴിക്കലും ഒക്കെ ഉള്ളത്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും MLA ഹോസ്റ്റലിലും ഒരുമിച്ചിരിക്കും. അന്ന് ഇതേമാതിരി വലിയ ഫ്ലാറ്റ് മാതിരിയുള്ള സംവിധാനം MLA-മാർക്കില്ല. MLA ഓഫീസ് എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനം. ഒരുമിച്ച് സിനിമയ്ക്ക് പോവും. രാഷ്ട്രീയം വേറെ, സൗഹൃദങ്ങൾ വേറെ. ഒരു പേരയിൽ 4 മക്കളുണ്ടെങ്കിൽ 4 പാർട്ടിയുള്ള കാലത്താ അങ്ങനെയാണല്ലോ. എൻ്റെ വരെ എങ്ങനെ എനിക്കറിയില്ല. എൻ്റെ വരെയുള്ള കരവസ്ഥൻ്റെ പെങ്ങന്മാരെ പിന്നെ ഈ 2 അനിയത്തിമാരുണ്ട്. ഇന്ത്യയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ. എൻ്റെ കുടുംബത്തിൽ പലരും ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് എൻ്റെ കുടുംബത്തിൽ. നമ്മൾ പിന്നെ കുടുംബവേദികളിൽ രാഷ്ട്രീയം പറയാറില്ല. എൻ്റെ പെങ്ങന്മാർ ഞാനെന്ന് പറഞ്ഞാൽ പിന്നെ അത് കച്ചറയ്ക്ക് പോവില്ല, തർക്കിക്കും എന്നുള്ള അല്ലാതെ വേറെ ഒന്നിക്കും പോയില്ല. അളിയന്മാർ പിന്നെ അതിൽ ഇടപെടലും ഇല്ല. ക്യാമ്പസ് രാഷ്ട്രീയം തൊട്ടേ ഓലൊക്കെ പിന്നെ SFI ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൻ്റെ ചില വ്യത്യാസങ്ങൾ വന്നപ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു പെരയിലുള്ളൊരു 4 ആളുണ്ടെങ്കിൽ 4 രാഷ്ട്രീയത്തിൽ പോകുന്ന കാലത്ത് ഒരാൾ നല്ലത് ചെയ്തത് നല്ലതാണ് എന്ന് പറയുന്നത് പിന്നെ അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ശിവദാസ മേനോനും ഈ മാണിയും തമ്മിലുള്ള തർക്കത്തിൽ ശിവദാസ മേനോൻ മാഷാണ്, മാണി വക്കീലുമാണ്. അതിൽ ശിവദാസ മേനോനോട് മാണി പറഞ്ഞു, മേനോ മാഷ് സ്കൂളിലെ സ്വഭാവം അവിടെ കാണിക്കരുത് കാരണം, അതായത് കുട്ടികളുടെ സ്വഭാവം കാട്ടരുത് എന്നുള്ള രീതിയിൽ ഇയാൾ സ്കൂളിലെ ഭാഷ കളിയാക്കി പറഞ്ഞാണ്, നിങ്ങളൊരുമാതിരി സ്കൂളിലെ സ്വഭാവം അവിടെ കാണിക്കരുത് കാരണം. അപ്പം തന്നെ ശിവദാസ മേനോ അതിനേക്കാൾ സർക്കാസ്റ്റിക്കായിട്ട് മാണി സാറ് ബാറിലെ സ്വഭാവം അവിടെ കാണിക്കരുത് കാരണം. ബാർ എന്നുള്ള പെട്ടെന്ന് പറയുമ്പോൾ കള്ളുപിടിക്കുന്ന ബാറാണ് ഉദ്ദേശിക്കുക, പക്ഷേ ഇയാൾ വക്കീലാണ്. അപ്പോൾ ആ ബാറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇൻഡയറക്ട്ലി പറയണം അങ്ങനത്തെ ഒരു ആരോഗ്യകരമായ സംവാദം ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചീപ്പ് രാഷ്ട്രീയമാണ്. ഇവിടെ അഖിലേഷ് യാദവ് എടുത്തിട്ടുള്ള വൃത്തികെട്ട തീരുമാനമാണ്. കാരണം സ്വന്തം നെഞ്ചിൽ നിന്ന് ചോര പൊടിഞ്ഞ നോവനുഭവിച്ച വിവാഹം കഴിച്ച ഏതാനും ദിവസങ്ങൾക്കകം വിധവയാക്കപ്പെട്ട ഒരു സ്ത്രീ, തൻ്റെ ഭർത്താവിനെ കൊന്ന് തന്നെ വിധവയാക്കിയ ആള് ഈ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തിയ ആദിത്യനാഥിനോട് ദൈവത്തോടുണ്ടാവണ പോലെയുള്ള സ്നേഹം ഉണ്ടാവും. 10-20 വർഷത്തിന് ശേഷമാണ് കിട്ടുന്നത്. ഇവർ വിധവയായിട്ട് ജീവിക്കുകയും അയാൾ രാജാവിനെ പോലെ പിന്നെ അധികാര സ്ഥാനത്തില്ലെങ്കിലും അയാൾ അവിടെ ബലസി നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഷേധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ SB എടുത്തത് വളരെ മോശപ്പെട്ട തീരുമാനമാണ്. രാഷ്ട്രീയം ഇങ്ങനെയല്ല പോകേണ്ടത്. നല്ലത് ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ട് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുന്ന സർഗാത്മക രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകുകയാണ് പാർട്ടികൾ ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായം പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാൻ നേരിടുന്നു.